ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ. ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നവരാത്രിക്ക് ഇന്ന് തുടക്കം കുറിച്ചു. നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ ദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 ദിവസം ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദുർഗയായിട്ടും അടുത്ത 3 ദിവസം ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മിയായിട്ടും അവസാന 3 ദിവസം ശ്രീ സരസ്വതി ദേവിയായിട്ടുമാണ് സങ്കല്പിച്ച് ആരാധിക്കുന്നത്. നവരാത്രിയുടെ ആദ്യ ദിവസമായ ഇന്ന് ശൈലപുത്രി ദേവിയായിട്ട് ആരാധിക്കുന്നു. ശൈല എന്നാൽ പർവ്വതം എന്നർത്ഥമാക്കുന്നു, അതായത് ഹിമാലയം. ഹിമവാന്റെ പുത്രിയായ ശ്രീ പാർവതി ദേവിയുടെ രൂപമാണ് ശൈലപുത്രി. നന്ദി വാഹനത്തിൽ സവാരി ചെയ്യുന്ന, ഒരു കൈയിൽ ത്രിശൂലം മറു കൈയിൽ താമര എന്നിവയുമായി പ്രത്യക്ഷമായ ദുർഗാരൂപമാണ് ദേവി. ദേവിയുടെ നെറ്റിയിൽ ചന്ദ്രക്കല തെളിയുന്നു. നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തരുടെ ജീവിതത്തിലെ ദോഷങ്ങൾ മാറുകയും ജീവിതത്തിൽ സ്ഥിരത, ധൈര്യം, ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഭഗവതി അമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ.